കുമളി ടൗണിലും പരിസര പ്രദേശങ്ങളിലും തെരുവ് നായ ശല്യം രൂക്ഷമായതോടെ നടപടികളുമായി കുമളി പഞ്ചായത്ത്. അലഞ്ഞുതിരിഞ്ഞു നടക്കുന്ന തെരുവ് നായ്ക്കൾ വിദ്യാർത്ഥികൾക്കും മറ്റു വാഹന കാൽനട യാത്രികർക്കും ഭീഷണിയായതോടെയാണ് നടപടി. തമിഴ്നാട്ടിൽ നിന്നും തെരുവ് നായ്ക്കളെ പിടികൂടുന്നതിന് പ്രത്യേക പരിശീലനം ലഭിച്ചവരെ കൊണ്ടുവന്നാണ് നായ്ക്കളെ പിടികൂടുന്നത്. 15ലധികം നായകളെ ഇതിനോടകം പിടികൂടുകയും ഇവയ്ക്ക് വാക്സിൻ അടക്കമുള്ളവ നൽകുകയും ചെയ്തു. പിടികൂടിയ തെരുവ് നായകളെ ഷെൽട്ടർ കേന്ദ്രങ്ങളിലേക്ക് മാറ്റുന്ന നടപടികൾ സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് എം വർഗീസ് പറഞ്ഞു. കുമളി ടൗൺ KSRTC ഡിപ്പോ, ബസ് സ്റ്റാൻഡ്, റോസാപ്പുകണ്ടം, താമരക്കണ്ടം, ആനോച്ചാൽ തുടങ്ങിയ പ്രദേശങ്ങളിൽ തെരുവുനാശല്യം അതിരൂക്ഷമാണ്. അവയെ നമ്മുടെ പ്ലാന്റിലെ MCF എത്തിച്ച് അവിടെ വാക്സിനേഷൻ നടത്തി ആവശ്യമായ മറ്റു നടപടികളിലേക്ക് പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. തുടർ ദിവസങ്ങളിലും ഉടമസ്ഥരില്ലാതെ നായ്ക്കൾ അലഞ്ഞു തിരിയുന്നതായി കണ്ടാൽ അത് ഏത് പ്രദേശത്താണെങ്കിലും അവയെ പിടിച്ച് ആവശ്യമായ വാക്സിനേഷൻ നൽകി അതിനുള്ള നടപടികൾ നമ്മൾ സ്വീകരിക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. നാളുകളിൽ കുമളി ടൗണിന്റെ ഒരു ഭാഗത്തും ഇത്തരത്തിൽ അലഞ്ഞു തിരിയുന്ന നായ്ക്കളെ അത്തരത്തിൽ വിടാൻ അനുവദിക്കില്ല. വരും ദിവസങ്ങളിലെ പിടികൂടി കുമളിയിൽ നിന്നും പൂർണ്ണമായി മാറ്റുന്ന നടപടികളാണ് പഞ്ചായത്ത് ഭരണസമിതി നടപ്പിലാക്കുന്നത്. വീടുകളിൽ വളർത്തുന്ന നായ്ക്കൾക്ക് ബെൽറ്റ് നിർബന്ധമാണെന്നിരിക്കെ വീട്ടിൽ വളർത്തുന്ന പല നായ്ക്കൾക്കും ബെൽറ്റ് ഇടാത്തത് ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. നായ്ക്കളെ വളർത്താൻ വീട്ടുകാരത് ഗൗരവമായെടുത്ത് നടപടികൾ സ്വീകരിക്കണമെന്നും പഞ്ചായത്ത് അധികാരികൾ പറഞ്ഞു. ഇടുക്കി വിഷൻ, കുമളി.